ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് LSS എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന ജനറൽ നോളജ് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ജലദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 22, ഓപ്ഷൻ ബി സെപ്റ്റംബർ 5, ഓപ്ഷൻ സി ഒക്ടോബർ 2, ഓപ്ഷൻ ഡി ജൂൺ 16. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 22. രണ്ടാമത്തെ ചോദ്യം, എറണാകുളം ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം, ഓപ്ഷൻ ബി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല, ഓപ്ഷൻ സി അറബിക്കടലിൻ്റെ റാണി, ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ അക്ഷര നഗരം. ഉത്തരം ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ അക്ഷര നഗരം. മൂന്നാമത്തെ ചോദ്യം, 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം? ഓപ്ഷൻ എ രോഹിത് ശർമ്മ, ഓപ്ഷൻ ബി സൗരവ് ഗാംഗുലി, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി MS ധോണി. ഉത്തരം ഓപ്ഷൻ എ രോഹിത് ശർമ്മ. ഇതിൽ ഓരോ വർഷത്തിലും അതിൻ്റേതായ പ്രത്യേകതകൾ വേണം പഠിക്കാനായിട്ട്. ഇത് 2020 ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ചോദ്യം, കേന്ദ്ര MT മന്ത്രാലയം നിരോധിച്ച പ്രശസ്തമായ ഗെയിം ഗ്രൂപ്പ്? ഓപ്ഷൻ എ ഫ്രീ ഫയർ, ഓപ്ഷൻ ബി കാൻഡി ക്രഷ്, ഓപ്ഷൻ സി PUBG, ഓപ്ഷൻ ഡി ടെമ്പിൾ റൺ. ഉത്തരം ഓപ്ഷൻ സി PUBG. അടുത്ത ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപ്പിള്ള, ഓപ്ഷൻ സി മുട്ടത്തു വർക്കി, ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി. ഉത്തരം ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വെള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം കേരളം. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാൻ ISRO തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഗഗൻയാൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ് ഏത്? ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.